ചൂട് ചൂട് ചൂട്. തേങ്ങ കടിക്കുന്നുണ്ട്. വൈകുന്നേരം വീട്ടിലെ ചായക്ക് പലഹാരം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒട്ടുമിക്ക ദിവസം പഴമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ പഴം വാട്ടും, ഒരു ദിവസം പഴം ഒലുത്തും, ഒരു ദിവസം പഴം നിറയ്ക്കും, പിന്നെ പഴം പൊരിക്കും. അങ്ങനെ ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു റെസിപ്പി കണ്ടുപിടിച്ചു കേട്ടോ. അതായത് ബനാന കേക്ക് പോലെ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബനാന എപ്പോഴും ഒരേ രീതിയിലാണ് അരിയുന്നത്, അതുകൊണ്ട് ഒന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത്, എന്നിട്ട് കുറച്ച് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടൊന്ന് ഒലത്തിയെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ഒലത്തിയെടുത്ത ബനാന ഉണ്ടല്ലോ, തേങ്ങ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത്, തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഈ ബാറ്ററിലേക്ക് ആക്കിയിട്ട് ഒരു പാനിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കാം. മെല്ലെ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ ഒന്നും വേവാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊടീൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യാം. വരുന്നുണ്ട്, പക്ഷെ സംഭവം എന്താണെന്ന് അറിയില്ല. അടുപ്പത്ത് നിന്ന് ഞാൻ ആ മൂടി മെല്ലെ മാറ്റി നോക്കിയപ്പോൾ സാധനം ഈ പരുവത്തിലാണ് കിടക്കണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ടൈം ഇനിയും എടുക്കും എന്നുള്ളത്. അങ്ങനെ കുക്ക് ചെയ്ത് വന്നപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടോ ബനാന കേക്ക്. സാധനം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ച് മാറ്റിയിട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ആവേശം കൊണ്ട്. അങ്ങനെ ഗോതമ്പ് പൊടിയാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ്. അപ്പോൾ ഓക്കെ, ബായ്.